അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ പാഠഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചു വരാൻ പറഞ്ഞിരുന്നു. വായിച്ചു വന്നിട്ടുണ്ടാവും, കഥയും ഈ ഭാഗമൊക്കെ നിങ്ങൾ വായിച്ചു വന്നിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കണം. നമുക്കിനി ടെക്സ്റ്റ് ഒന്ന് നോക്കാം. ഈക്വൽ റൈറ്റ് ടു വോട്ട് ചെയ്യാനുള്ള തുല്യാവകാശം. ദി സ്റ്റോറി അബോ ബിഗിൻസ് വിത്ത് കാന്ത സ്റ്റാൻഡിങ് ഇൻ ലൈൻ ടു കാസ്റ്റ് ഹെർ വോട്ട്. വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരിയിൽ നിൽക്കുന്ന കാന്തയുടെ കഥ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ലുക്ക് അഗെയിൻ അറ്റ് ദി വേരിയസ് പീപ്പിൾ ഹു ആർ സ്റ്റാൻഡിങ് ഇൻ ലൈൻ വിത്ത് ഹെർ. അവളുടെ കൂടെ വരിയിൽ നിൽക്കുന്ന മറ്റുള്ളവരിലേക്കും നിങ്ങൾ നോക്കിയിട്ടുണ്ടാവില്ല അല്ലേ. കാന്ത റെക്കഗ്നൈസസ് ഹെർ അശോക് ജെയിൻ ആൻഡ് ചോട്ടിലാൽ ഹെർ നൈബറായിട്ടുള്ള ചോട്ടിലാൽ, അതേപോലെ തന്നെ അവളുടെ ജോലി കൊടുക്കുന്ന ആൾ, എംപ്ലോയർ, മുതലാളി അശോക് ജെയിൻ എന്ന് പറഞ്ഞ ആളൊക്കെ അവൾ ആ വരിയിൽ കാണുകയാണ്, കാന്ത എന്ന് പറയുന്ന സ്ത്രീ. ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി ലൈക്ക് ഇന്ത്യ, ഓൾ അഡൽട്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി, ഒരു ജനാധിപത്യപരമായിട്ടുള്ള രാജ്യത്ത്, ലൈക്ക് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത്, ഓൾ അഡൽട്സ് ആർ എല്ലാ മുതിർന്ന ആളുകളും, ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് റിലീജിയൻ ദ ബിലോങ് ടു, ഏത് മതത്തിനോടാണ് അവർ ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നുള്ളത് നോക്കാതെ, ഇറസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ അത് പരിഗണിക്കപ്പെടാതെ, നോക്കാതെ എന്നർത്ഥം, അത് ഒരു തടസ്സമാവാതെ എന്നർത്ഥം. ഹൗ മച്ച് എഡ്യൂക്കേഷൻ ദേ ഹാവ് ഹാഡ്, അവർക്ക് എത്രത്തോളം വിദ്യാഭ്യാസമുണ്ട് എന്നത് നോക്കാതെ. വാട്ട് കാസ്റ്റ് ദേ ആർ, ഏത് ജാതിയിൽപ്പെട്ടവരാണ് എന്ന് നോക്കാതെ. ഓർ വെദർ ദേ ആർ റിച്ച് ഓർ പുവർ, അവർ വലിയ സമ്പത്തുള്ളവരാണോ അല്ലേ എന്നൊന്നും നോക്കാതെ. ആർ അലൗഡ് ടു വോട്ട്, അതൊന്നും പരിഗണിക്കാതെ അവർ വോട്ട് ചെയ്യാൻ സമ്മതം നൽകപ്പെട്ടവരാണ് ഇന്ത്യ പോലുള്ള ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ. ദിസ് ഈസ്, as you have already read in class 6 book, is called യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് ഈ ഒരു സംഭവത്തിനാണ്, വോട്ട് ചെയ്യാനുള്ള തുല്യാവകാശത്തിനാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത്. ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞാൽ സമ്മതിദാനാവകാശം, വോട്ട് ചെയ്യാനുള്ള അവകാശം, വലിയ വലിയ കുത്തക കമ്പനികളുടെ അതേ അവകാശത്തോടു കൂടി മറ്റൊരു സ്ഥലത്ത് അതിൻ്റെ ബ്രാഞ്ച് തുടങ്ങുക, അത് കച്ചവടം നടത്തുക, അതിനൊക്കെ വേണ്ടിയിട്ട് ഉള്ള ഒരു സമ്മതം നൽകുന്നതിനും ഫ്രാഞ്ചൈസി എന്ന് പറയും. അപ്പോൾ മാരുതി സുസുക്കിൻ്റെ പോലെ ഡീലേഴ്സായിട്ട് നിൽക്കുന്ന മറ്റ് ബ്രാഞ്ചുകൾക്കും ഫ്രാഞ്ചൈസി എന്നൊക്കെ പറയും. അപ്പോൾ ഫ്രാഞ്ചൈസി പറഞ്ഞാൽ സമ്മതിദാനാവകാശം, തുല്യാവകാശം നൽകപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഈസ് ആൻ എസെൻഷ്യൽ ആസ്പെക്റ്റ് ഓഫ് ഓൾ ഡെമോക്രസി, എല്ലാ ജനാധിപത്യ രാജ്യങ്ങളുടെയും ഒരു എസെൻഷ്യൽ ഘടകം, ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി എന്നുള്ളത്. ദി ഐഡിയ ഓഫ് ആൻ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി ഈസ് ബേസ്ഡ് ഓൺ ദി ഐഡിയ ഓഫ് ഈക്വാലിറ്റി. ഈ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി എന്നുള്ള ഈ ഐഡിയ എന്താണ്? സമത്വത്തെ, ഈക്വാലിറ്റിയെ ബേസ് ആക്കിയിട്ട് വരുന്നൊരു കാര്യമാണ്. സമത്വം, ഈക്വാലിറ്റിയെ അടിസ്ഥാനപ്പെടുത്തി വരുന്നതാണ്. ബിക്കോസ് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എവറി അഡൽട്ട് ഇൻ എ കൺട്രി, ഒരു രാജ്യത്തുള്ള എല്ലാ പൗരന്മാരും, അതിനുള്ള കാരണം ഈ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി സമത്വത്തെ, ഈക്വാലിറ്റിയെ അടിസ്ഥാനപ്പെടുത്തി വരുന്നതാണെന്ന് പറഞ്ഞു. ഇനി അതിനുള്ള കാരണമാണ് പറയുന്നത്. ബിക്കോസ് ഇറ്റ് സ്റ്റേറ്റ്സ്, അഥവാ ഈ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി എന്നുള്ളത് സമ്മതിക്കുന്നുണ്ട് ദാറ്റ് എവറി അഡൽട്ട് ഇൻ എ കൺട്രി, ഒരു രാജ്യത്തുള്ള എല്ലാ പൗരന്മാരും, എല്ലാ മുതിർന്ന ആളുകളും, ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ വെൽത്ത് ആൻഡ് ദി കമ്മ്യൂണിറ്റീസ്, അവരുടെ വെൽത്ത്, സമ്പത്തും അവരുടെ ജാതി, കമ്മ്യൂണിറ്റിയും ഒന്നും നോക്കാതെ, ഷി ഓർ ഹി ബിലോങ്സ് ടു ഹാസ് എ വോട്ട്, അവർക്കൊരു വോട്ട് ചെയ്യാനുള്ള സമ്മതമുണ്ട്. ബിലോങ്സ് ടു ഹാസ് വൺ വോട്ട്, ഒരു വോട്ട് രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ട് എന്നത് സ്ഥിരീകരിക്കുന്നു. അതുകൊണ്ടാണ് ഇത് സമത്വത്തിൽ അടിസ്ഥാനപ്പെടുത്തിയതാണ് എന്ന് നമ്മൾ പറയുന്നത്. അഥവാ ഇവിടെ മാനദണ്ഡമാക്കുന്നതിൽ റിലീജിയനും മറ്റൊന്നും മാനദണ്ഡമാക്കുന്നില്ല എന്നത് കാരണത്താൽ. ഇനി അതുപോലെ തന്നെ നോക്കുക, കാന്ത ഈസ് എക്സൈറ്റഡ് ടു വോട്ട് ആൻഡ് ഹാപ്പി ദാറ്റ് ഷീ ഈസ് ഈക്വൽ ടു ഓൾ ഓഫ് ദി അതേഴ്സ് ബിക്കോസ് ഈച്ച് ഓഫ് ദം ഹാസ് വൺ വോട്ട്. അവൾ തനിക്ക് വോട്ട് ചെയ്യാൻ അവസരം കിട്ടി എന്നുള്ളതിൽ സന്തോഷവതിയാണ്. എന്നതിന് പുറമെ താനും ജെയിൻ സാഹബും എൻ്റെ വരിയിൽ നിൽക്കുന്ന തൻ്റെ മുതലാളിയൊക്കെ ഒരുപോലെ ഒരേ വരിയിൽ നിൽക്കുകയാണല്ലോ എന്നുള്ളതിലും അവൾക്ക് എന്തുണ്ട്? അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ബട്ട് ആസ് ഹെർ ഡേയ്സ് ഗോസ് ഓൺ, കാന്ത ബിക്കംസ് ലെസ് സെർട്ടൈൻ അബൌട്ട് വാട്ട് ദിസ് ഈക്വാലിറ്റി റിയലി മീൻസ്. പിന്നെ ദിവസം കഴിയുന്തോറും ഈ ഈക്വാലിറ്റി, സമത്വം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നത് അവൾക്ക് തന്നെ ഒരു പിടുത്തമില്ലാത്ത പോലത്തിലേക്കാണ് പിന്നീട് കാര്യങ്ങൾ പോകുന്നത്. ആ കഥയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ വായിച്ചപ്പം മനസ്സിലായിട്ടുണ്ടാവും. അവളുടെ മകൾ രോഗിയായി, ആ ഒരു സന്ദർഭം കഥയിൽ പറയുന്നുണ്ടല്ലോ. ബട്ട് ഈസ് ഇറ്റ് ദാറ്റ് മേക്സ് കാന്ത അൺഷ്യൂർ, ഇതാണോ കാന്തയെ അൺഷ്യൂർ ആക്കുന്നതാവോ? ഈക്വാലിറ്റിയെ കുറിച്ച്
അൺഷുവർ, അസ്ഥിരമായ ഒരു രീതിയിലേക്ക് കാന്തയെ എത്തിക്കുന്നത് എന്താണ്? ലെറ്റസ് ടേക്ക് എ ലുക്ക് അറ്റ് ദി ഡേ ഇൻ ഹെർ ലൈഫ്. അവളുടെ ഒരു ജീവിതത്തിലെ ഒരു ദിവസത്തിലേക്ക് നമുക്ക് നോക്കാം. ഷീ ലിവ്സ് ഇൻ എ സ്ലം, ഒരു സ്ലമ്മിൽ ജീവിക്കുന്നതാണ്. ഹാസ് എ ഡ്രെയിൻ ബിഹൈൻഡ് ഹർ ഹൗസ്, അവളുടെ വീടിൻ്റെ ബാക്കിൽ ഒരു ഡ്രെയിനേജ് ഐക്യജാലുണ്ട്. ഹെർ ഡോക്ടർ ഈസ് സിക്ക്, അവളുടെ ഒരു കുട്ടി രോഗിയാണ്. ബട്ട് ഷീ കനോട്ട് ടേക്ക് ദി ഡേ ഓഫ് ഫ്രം വർക്ക് ബിക്കോസ് ഷീ നീഡ്സ് ടു ബോറോ മണി ഫ്രം ഹെർ എംപ്ലോയർ ടു ടേക്ക് ഹെർ ചൈൽഡ് ടു ദി ഡോക്ടർ. തൻ്റെ മകൾ രോഗിയായിട്ട് പോലും അവൾക്ക് ലീവ് എടുക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? ലീവ് എടുത്തു കഴിഞ്ഞാൽ ശമ്പളം ഉണ്ടാവില്ല. അതുകൊണ്ട് ക്യാഷ് വേണം. ക്യാഷ് ഉണ്ടെങ്കിൽ ജോലിക്ക് കുട്ടിയെ കൊണ്ടുപോയി കാണിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അവൾക്ക് സ്വന്തം കുട്ടി രോഗിയായിട്ട് പോലും ലീവ് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ഹെർ ജോബ് ആസ് എ ഡൊമസ്റ്റിക് ഹെൽപ്പ്, അഥവാ വീട്ടു സഹായിയായിട്ടുള്ള അവളുടെ ജോലി ടയേഴ്സ് ഹെർ ഔട്ട്, അവളെ നന്നായി ക്ഷീണിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ഫൈനലി ഷീ എൻഡ്സ് ഹെർ ഡേ ബൈ അഗെയിൻ സ്റ്റാൻഡിങ് ഇൻ എ ലോങ് ലൈൻ. പിന്നീട് അന്നത്തെ ദിവസത്തെ ജോലിയും അവൾ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? അവിടെ വേറൊരു വരിയിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ ദിസ് ലൈൻ, ഈ വരി നിൽക്കുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ്. അതിൻ്റെ മുന്നിൽ വരി നിൽക്കുന്ന ഈ ലൈൻ ഈസ് അൺലൈക്ക് ദി വൺ ഇൻ ദി മോർണിംഗ്. രാവിലെ അവൾ വോട്ട് ചെയ്യാവുന്ന പോലത്തെ വരിയല്ല. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ സ്റ്റാൻഡിങ് ഇൻ ഇറ്റ് ആർ പുവർ. കാരണം എന്താ? ഈ വരി നിൽക്കുന്ന അധിക ആളുകളും പാവപ്പെട്ടവരാണ്. പക്ഷേ വോട്ട് ചെയ്യാനുള്ളിടത്ത് പാവപ്പെട്ടവനും വലിയവനും മുതലാളിയും തൊഴിലാളിയും എല്ലാവരും ഒരുപോലെയാണ് നിന്നത്. പക്ഷേ ഇവിടെ പാവപ്പെട്ടവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു ഡിഫറൻസ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അവൾ ചിന്തിക്കുന്നത് ഇവിടെ നിങ്ങൾ കണ്ടല്ലോ അവളുടെ ഒരു ചിന്ത. ജെയിൻ മാഡം ആൻഡ് ജെയിൻസ് ഹാവ് മേ സ്റ്റാൻഡ് ഇൻ ലൈൻ ടു വോട്ട് ബട്ട് ദേ നെവർ ഹാവ് ടു വെയിറ്റ് വെൻ ദെയർ ചിൽഡ്രൻ ആർ സിക്ക്. വലിയ പണക്കാരായത് കണ്ട് തന്നെ അവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊപ്പം നിൽക്കാം. പക്ഷേ കുട്ടികൾ രോഗിയായി കഴിഞ്ഞാൽ അവർക്ക് ഇതുപോലെ എവിടെ ജോലി തനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട അവസരം വരുന്നില്ല. അവർക്ക് എന്ത് ചെയ്താൽ മതി? അവർക്ക് വലിയ ഹോസ്പിറ്റലിൽ നേരിട്ട് പോയി ഡോക്ടറെ കാണിക്കാൻ പറ്റും. ഇതുപോലെ വരി നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു സത്യം അവൾ തിരിച്ചറിയണം. അപ്പോൾ അതോടുകൂടി ഇവിടെ വലിയവനും പണക്കാരനും അല്ലാത്തവനും തമ്മിൽ ഇവിടെ ഒരു അസമത്വം, ഈക്വാലിറ്റിക്ക് എതിരായിട്ടുള്ളൊരു കാര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അവൾ മനസ്സിലാക്കുന്നു. ആ കാര്യത്തിലേക്കാണ് ഇപ്പം നിങ്ങൾ ഈ കഥയിലൂടെ വിരൽ ചൂണ്ടിയിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, വോട്ട് ചെയ്യാനുള്ള തുല്യാവകാശമുണ്ട്. പക്ഷേ എന്തിനുള്ള അവകാശമില്ല? സമത്വം എന്നുള്ളത് പൂർണ്ണാർത്ഥത്തിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഓക്കെ, ഇനി അടുത്ത കാര്യം, അതർ കൈൻഡ്സ് ഓഫ് ഈക്വാലിറ്റി. ഇനി ഈക്വാലിറ്റിയുടെ മറ്റു തലങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. കാന്ത ഈസ് വൺ ഓഫ് ദി മെനി പീപ്പിൾ ഹു ലീവ് ഇൻ ഡെമോക്രാറ്റിക് ഇന്ത്യ ആൻഡ് ഹു ഹാവ് ദി റൈറ്റ് ടു വോട്ട് ബട്ട് ഹൂസ് ഡെയിലി ലിവിങ് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് ആർ ഫാർ ഫ്രം ഈക്വൽ. കാന്തയെ പോലുള്ള ഒരുപാട് ജനങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട്. എങ്ങനെ? ഇന്ത്യ ആൻഡ് ഹു ഹാവ് ദി റൈറ്റ് ടു വോട്ട്, അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമൊക്കെ ഉണ്ട്. ബട്ട് ഹൂസ് ഡെയിലി ലിവിങ്, അവരുടെ നിത്യജീവിതം, ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ, അവരുടെ ജോലി സ്ഥലത്തെ അവസ്ഥകളൊക്കെ ആർ ഫാർ ഫ്രം ഈക്വൽ, അവർ സമത്വത്തിൽ നിന്നും എത്രയോ ദൂരത്താണ് അവർ നിലകൊള്ളുന്നത്. അത്തരം ഒരുപാട് ആളുകൾ കാന്തയെ പോലെ ഇന്നും ഇന്ത്യയിൽ ജീവിക്കുന്നു. അപ്പാർട്ട് ഫ്രം ബീയിങ് പുവർ, പാവപ്പെട്ടവനായിരിക്കുക എന്നതിന് പുറമെ, പീപ്പിൾ ഇൻ ഇന്ത്യ എക്സ്പീരിയൻസ് ഇനീക്വാലിറ്റി ഇൻ ഡിഫറെൻറ്റ് വേസ്, വ്യത്യസ്തങ്ങളായ രീതിയിൽ ഇന്ത്യയിലെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇനീക്വാലിറ്റി, അസമത്വത്തെ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. ലെറ്റ് us see what this means by reading the two stories given below. താഴെ കൊടുത്തിട്ടുള്ള 2 കഥകൾ വായിച്ചിട്ട് അതിന് നമുക്ക് മനസ്സിലാക്കാം. Each of these is based on real incidents in people's lives and reflects the different kinds of inequalities that exist in India. ഇന്ത്യയിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന വാസ്തവപരമായിട്ടുള്ള സത്യത്തിലുള്ള 2 യഥാർത്ഥ സംഭവങ്ങളെ ബേസാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കഥകളാണ്. അത് ഇന്ത്യയിലെ നേർചിത്രം, ഇനീക്വാലിറ്റിയുടെ, അസമത്വത്തിൻ്റെ ടൈപ്പുകളിലേക്ക് വിരൽ ചൂണ്ടുന്ന രീതിയിലാണ് ആ കഥകളുള്ളത്. വൺ ഓഫ് ദി മോർ കോമൺ ഫോംസ് ഓഫ് ഈക്വാലിറ്റി ഇൻ ഇന്ത്യ ഈസ് ഇൻ ദി കാസ്റ്റ് സിസ്റ്റം. ഇന്ത്യയിലെ അസമത്വം നിറമാടുന്ന രീതികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതി, അത് പ്രധാനമായിട്ട് നിലകൊള്ളുന്നത് ജാതി വ്യവസ്ഥയിലാണ്. ഇഫ് യു ലിവ് ഇൻ റൂറൽ ഇന്ത്യ, യുവർ കാസ്റ്റ് ഐഡൻറ്റിറ്റി ഈസ് സംതിങ് ദാറ്റ് യു പ്രോബബ്ലി ലേൺഡ് ഓർ എക്സ്പീരിയൻസ്ഡ് വെരി യങ്. നമ്മളൊരു സാധാരണ റൂറൽ പ്രദേശത്ത്, ഒരു ഗ്രാമീണ പ്രദേശത്ത് ജീവിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജാതി മതമൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് ചെറുപ്പത്തിലേ മനസ്സിലാവും. നമ്മൾ മുസ്ലിം ആയതുകൊണ്ട് നമ്മൾ മാപ്പിളയാണെന്ന് ചെറുപ്പത്തിലേ മനസ്സിലാവും. അതേപോലെ ഒരു റൂറൽ ഏരിയയിൽ ജീവിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഒരു ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ അവന് പുലയനാണ്, അല്ലെങ്കിൽ ബ്രാഹ്മണനാണ്, നായരാണ് എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് അവർക്ക് ചെറുപ്പത്തിൽ മുതലേ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം എന്താ? അവരിങ്ങനെ ജീവിക്കണ അവരെ വസ്ത്രധാരണ രീതിയും മറ്റുള്ളവരോട് ഇടപഴകുമ്പോഴൊക്കെ ഒരു പരസ്പരം മറ്റവൻ നായരാണ് കേട്ടോ, മറ്റവന് എന്താണ് ശൂദ്രനാണ്, പുലയനാണ്,
പറയനാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് അവർ കേട്ട് വളർന്ന് ചെറുപ്പം മുതലേ അവർക്കതൊക്കെ അറിയാവുന്നതാണ് റൂറൽ ഏരിയയിൽ. ഇഫ് യു ഇൻ അർബൻ ഇന്ത്യ, പക്ഷേ ഇവർ മുംബൈ പോലുള്ള വലിയ സിറ്റി, കൊച്ചി നഗരങ്ങളിലൊക്കെയാണ് ജീവിക്കുന്നുണ്ടെങ്കിൽ സം ഓഫ് യു മൈറ്റ് തിങ്ക് ദാറ്റ് പീപ്പിൾ നോ ലോങ്ങർ ബിലീവ് ഇൻ കാസ്റ്റ്. അവിടെ ഒന്നും ജാതി വ്യവസ്ഥ തന്നെ ഇല്ല, ജാതി തന്നെ ആരും വിശ്വസിക്കുന്നില്ല എന്നൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം അവിടെ ഇങ്ങനത്തെ ഒരു വകതിരിവൊന്നും നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. ബട്ട് ജസ്റ്റ് ലുക്ക് അറ്റ് ദീസ് മാട്രിമോണിയൽസ് ഷോൺ ഫ്രം എ ലീഡിങ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ. പക്ഷേ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു മുഖ്യധാര ഇംഗ്ലീഷ് പത്രത്തിലുള്ള കുറച്ച് ഭാഗങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഭാഗം. ഓക്കെ, ഇതൊക്കെ അതിലെ ഭാഗങ്ങളാണ്. അപ്പോൾ ബട്ട് ജസ്റ്റ് ലുക്ക് അറ്റ് ദീസ് മാട്രിമോണിയൽ ഷോൺസ്, അഥവാ മാട്രിമോണിയൽസ് എന്ന് പറഞ്ഞാൽ വൈവാഹിക പങ്ക്തി ഉണ്ടാവുമല്ലോ, മലയാള പത്രത്തിലൊക്കെ കാണാം. ഷോൺ ഫ്രം എ ലീഡിങ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ആൻഡ് യു വിൽ സീ ഹൗ ഇമ്പോർട്ടൻറ്റ് ദ ഇഷ്യൂ ഓഫ് കാസ്റ്റ് കണ്ടിന്യൂസ് ടു ബി ഇൻ ദി മൈൻഡ്സ് ഓഫ് ഹൈലി എഡ്യൂക്കേറ്റഡ് അർബൻ ഇന്ത്യസ്. വളരെ വിദ്യാസമ്പന്നരായിട്ടുള്ള നഗരവൽകൃത പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകളുടെ മൈൻഡുകളിൽ പോലും എത്രത്തോളം ജാതീയത ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം എന്നാണത് പറയുന്നത്. അതായത് ഇതിൽ നിങ്ങൾ കണ്ട തമിഴ് ബ്രാഹ്മൺ എന്നുള്ളില്ലേ, എന്തിനാണ് ബ്രാഹ്മൺ എന്ന് കൊടുത്തിട്ടുള്ളത്? ഇവിടെ ഇൻഡസ്ട്രി കാസ്റ്റ് നോ ബാർ, കാസ്റ്റിൻ്റെ വിഷയം അവിടെ കൊടുത്തിട്ടുണ്ട്. ST എക്സ്ക്യൂസ്, STക്കാർ പറ്റൂല എന്നുള്ളതാണ് അവിടെ പറഞ്ഞത്. അതെ, അപ്പോൾ ഇതുപോലെ ഏത് ഈ ബ്രാഹ്മണനാണോ നായരാണോ എന്നുള്ളതൊക്കെ അവരുടെ മാട്രിമോണിയൽ സൈറ്റിൽ അവർ കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും വിവരങ്ങൾ അഡീഷൻ കൊടുക്കുന്നിടത്ത് അവർ കൊടുക്കുന്നുണ്ട്. മലയാള പത്രത്തിൽ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതെന്താ, ജാതീയത അവിടെ ഉള്ളത് കൊണ്ടാണല്ലോ. ജാതി അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു വിശ്വാസം അവർക്കൊരു വിവേചനം അവർ തമ്മിലില്ല എന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോഴും ഹിന്ദുക്കൾ പരസ്പരം കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരു താഴ്ന്ന ജാതിക്കാരനും വലിയ ജാതിക്കാരനും കല്യാണം കഴിക്കുന്നില്ല. അതൊക്കെ ജാതീയത പരസ്പരം അവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ്. Now let us read a story about the experience of a Dalit child attending school. ഒരു ദളിത് കുട്ടി സ്കൂളിൽ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവം നോക്കാം. You have already read about Dalits in class. Dalit is a term that the so-called lower castes used to address themselves. ഈ താഴ്ന്ന ജാതിക്കാർ അവർ സ്വയം വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് ദലിത് എന്നുള്ളത്. ദളിത് മുസ്ലിം ഐക്യമൊക്കെ ഇപ്പോൾ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയപരമായിട്ട് മുസ്ലിം ലീഗും ദളിത് പാർട്ടികളൊക്കെ തമ്മിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. നിങ്ങൾ അതൊക്കെ കണ്ടിട്ടും കേട്ടുകൊണ്ടും വളരുന്ന ആളുകളാണല്ലോ. അപ്പോൾ ദളിത് എന്നുള്ളത് താഴ്ന്ന ജാതിക്കാർ അവരെ സ്വയം വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ദളിത് മീൻസ് ബ്രോക്കൺ. ദളിത് എന്നതിൻ്റെ അർത്ഥം എന്താണ്? ബ്രോക്കൺ, പൊട്ടിയ, നഷ്ടപ്പെട്ടു പോയ എന്നൊക്കെയുള്ള അർത്ഥമാണ്. ആൻഡ് ബൈ യൂസിങ് ദിസ് വേർഡ്, ഇങ്ങനെ ഈ ബ്രോക്കൺ എന്ന അർത്ഥം വരുന്ന ദളിത് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് അവരുദ്ദേശിക്കുന്നത് ലോവർ കാസ്റ്റാസ് pointing to how they were and continue to be seriously discriminated against. അവർ എത്രത്തോളം വിവേചനത്തോടാണ് പെരുമാറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, എത്രത്തോളം വിവേചനം അവർ അനുഭവിക്കുന്നു, അവർ നേരിട്ടിരുന്നു, ഇപ്പോഴും നേരിട്ട് കൊണ്ടിരിക്കുന്നു. എത്രത്തോളം വിവേചനം അവർ നേരിട്ടിരുന്നു, ഇപ്പോഴും എത്രത്തോളം വിവേചനം അവർ നേരിട്ട് കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വസ്തുതയിലേക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ദളിത് എന്നുള്ളൊരു വാക്ക് അവർ സ്വയം വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓം പ്രകാശ് വാൽമീകി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്. ഉത്തർപ്രദേശിൽ 1950കളിൽ ജനിച്ച് 2013 അദ്ദേഹം മരിക്കുന്നത്. UPയിലെ മുസഫർനഗറിലാണ് അദ്ദേഹം ജനിച്ചത്. മുസഫർനഗർ ജില്ലയിലെ ഒരു പ്രദേശത്ത്. ഓക്കെ, അപ്പോൾ ഓം പ്രകാശ് വാൽമീകി ഈസ് എ ഫേമസ് ദലിത് റൈറ്ററാണ്, എഴുത്തുകാരനാണ്. ഇൻ ഹിസ് ഓട്ടോബയോഗ്രഫി, അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി ഉണ്ട്, ജൂതൻ എന്നുള്ളതാണ് പുസ്തകത്തിൻ്റെ പേര്. അത് ശേഷം വരുന്നുണ്ട് ജൂതൻ, എ ദലിത് ലൈഫ് ഓം പ്രകാശ് വാൽമീകി. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം ദലിത് റൈറ്റർ ഇൻ ഹിസ് ഓട്ടോബയോഗ്രഫി, അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ, ജൂതൻ എന്ന് പറയുന്ന ആത്മകഥയിൽ ഹി റൈറ്റ്സ്, അദ്ദേഹം എഴുതുന്നു, ഐ ഹാഡ് ടു സിറ്റ് അവേ ഫ്രം ദി അതേഴ്സ് ഇൻ ദി ക്ലാസ്സിൽ മറ്റുള്ളവരിൽ നിന്നും വിട്ടാണ് ഞാൻ ഇരിക്കേണ്ടി വരിക. അവരുടെ അടുത്ത് എനിക്ക് ഇരിക്കാൻ അവസരം ഉണ്ടാവാറില്ല. ആൻഡ് ദാറ്റ് ടു ഓൺ ദി ഫ്ലോർ, അത് തന്നെ ബെഞ്ചിലിരിക്കാൻ സമ്മതമില്ല, നിലത്താണ് ഇരിക്കേണ്ടി വരിക. ദി മാറ്റ് റാൻ ഔട്ട് ബിഫോർ റീച്ചിങ് ദി സ്പോട്ട് ഐ സാറ്റ്, ഞാൻ സാധാരണ ഇരിക്കുന്ന സ്ഥലത്തെത്തുമ്പോഴേക്കും അവിടെയുള്ള മാറ്റ്, ഇരിപ്പിടം ആരെങ്കിലും എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടാവും. സംടൈംസ് ഐ വുഡ് ഹാവ് ടു സിറ്റ് അവേ ബിഹൈൻഡ് അവർ, എല്ലാവരുടെയും ബാക്കിലാണ് ഞാൻ ചിലപ്പോൾ ഇരിക്കേണ്ടി വരാറുള്ളത്. റൈറ്റ് നിയർ ടു ദി ഡോർ, അപ്പം കയറി ചെല്ലുന്ന ഡോറിൻ്റെ അടുത്തായിട്ട് എല്ലാവരും മുന്നിലിരിക്കും, എല്ലാവരും ബാക്കിലായിട്ടാണ് ഞാൻ ഇരിക്കേണ്ടി വരാറുള്ളത്. സംടൈംസ് ദേ വുഡ് ബീറ്റ് മീ വിത്തൗട്ട് എനി റീസൺ, ഒരു കാരണമില്ലാതെ ചിലപ്പോൾ അവരൊക്കെ എന്നെ അടിക്കാറുണ്ട്. അതൊക്കെ എന്താണ്? ഇദ്ദേഹം ദളിതനായത് കാരണത്താൽ അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന ക്രൂരതകൾ അദ്ദേഹം അതിൽ വിശദീകരിക്കുകയാണ്. വെൻ ഹി വാസ് ഇൻ ക്ലാസ് 4, അദ്ദേഹം 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ദി ഹെഡ് മാസ്റ്റർ ആസ്ക്ഡ് ഓം പ്രകാശ് ടു സീ ദി സ്കൂൾ ആൻഡ് ദി പ്ലേ ഗ്രൗണ്ട്. ഓം പ്രകാശിനോട് സ്കൂളിൻ്റെ പ്ലേ ഗ്രൗണ്ടും
അതേപോലെ തന്നെ ക്ലാസ് റൂമൊക്കെ സ്കൂൾ മൊത്തമായിട്ടും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അടിച്ചു വരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. ഈ റൈറ്റ്സ് ആ ഒരു അവസ്ഥ അദ്ദേഹം വിശദീകരിക്കുകയാണ്. ദി പ്ലേ ഗ്രൗണ്ട് വാസ് വേ ലാർജർ ദാൻ മൈ സ്മാൾ ഫിസിക് കുഡ് ഹാൻഡിൽ ആൻഡ് ഇൻ ക്ലീനിങ് ഇറ്റ്. അഥവാ ഫിസിക് എന്ന് പറഞ്ഞാൽ ബോഡി എന്നർത്ഥം. അപ്പോൾ എൻ്റെ ചെറിയ ബോഡി കൊണ്ട് എൻ്റെ ചെറിയ ശരീരപ്രകൃതി കൊണ്ട് ക്ലീൻ ചെയ്ത് തീർക്കാവുന്നതിലും എത്രയോ വലുതായിരുന്നു ആ മൊത്തം കോളേജും മൊത്തം സ്കൂളും സ്കൂളിൻ്റെ പ്ലേ ഗ്രൗണ്ടൊക്കെ. മൈ ബാക്ക് ബിഗാൻ ടു ഏക്ക്. എൻ്റെ ബാക്ക് പുറം വേദനിക്കാൻ തുടങ്ങി ക്ലീൻ ചെയ്തിട്ട്. മൈ ഫേസ് വാസ് കവേർഡ് വിത്ത് ഡസ്റ്റ്. എൻ്റെ ഫേസ് മുഖം നന്നായിട്ട് എന്തായി, പൊടി പിടിച്ചു. ഡസ്റ്റ് ഹാഡ് ഗോൺ ഇൻസൈഡ് മൈ മൗത്ത്. എൻ്റെ വായൻ്റെ ഉള്ളിൽ വരെ എന്തെത്തി, ഡസ്റ്റ് പൊടിപടലങ്ങളെത്തി. ദി അതർ ചിൽഡ്രൻ ഇൻ മൈ ക്ലാസ് വെർ സ്റ്റഡിയിങ് ആൻഡ് ഐ വാസ് സ്ലീപ്പിംഗ്. എല്ലാവരും പഠിക്കുകയാണ്, ഞാൻ മാത്രം എന്ത് ചെയ്യാണ്, ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹെഡ് മാസ്റ്റർ വാസ് സിറ്റിംഗ് ഇൻ ഹിസ് റൂം ആൻഡ് വാച്ചിങ് മീ. ഹെഡ് മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ റൂമിലിരുന്ന് എന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ വാസ് നോട്ട് ഈവൻ അലൗഡ് ടു ഗെറ്റ് എ ഡ്രിങ്ക് ഓഫ് വാട്ടർ. തുള്ളി വെള്ളം കുടിക്കാൻ പോലും എനിക്ക് സമ്മതം കിട്ടിയില്ല. ഐ സെപ്റ്റ് ദി ഹോൾ ഡേ. ഞാൻ ദിവസം മുഴുവൻ ക്ലീൻ ചെയ്തു. ഫ്രം ദി ഡോർസ് ആൻഡ് വിൻഡോസ് ഓഫ് ദി സ്കൂൾ റൂം. സ്കൂളിൻ്റെ എല്ലാ ഡോറും ജനവാതിലൊക്കെ. ദി ഐസ് ഓഫ് ദി ടീച്ചേഴ്സ് ആൻഡ് ദി ബോയ്സ് സോ ദി സ്പെക്ടക്കിൾ. ഫ്രം ദി ഡോർസ് ആൻഡ് വിൻഡോസ് ഓഫ് ദി സ്കൂൾ റൂംസ്. സ്കൂളിൻ്റെ ഓരോ ക്ലാസ് മുറികളുടെയും വാതിലിൽ നിന്നും ജനങ്ങളിൽ നിന്നും. ദി ഐസ് ഓഫ് ദി ടീച്ചേഴ്സ് ആൻഡ് ദി ബോയ്സ് സോ ദി സ്പെക്ടാക്കിൾ. ടീച്ചർമാരും കുട്ടികളും എല്ലാവരും എന്ത് ചെയ്തു, ഈ കാഴ്ച കണ്ടുകൊണ്ടിരുന്നു. ഓം പ്രകാശ് വാസ് മേഡ് ടു സ്വീപ് ദി സ്കൂൾ ആൻഡ് ദി പ്ലേ ഗ്രൗണ്ട് ഫോർ ദി നെക്സ്റ്റ് കപ്പിൾ ഓഫ് ഡേയ്സ്. പിന്നീടുള്ള ചില ദിവസങ്ങളിലൊക്കെ ഓം പ്രകാശിന് ഇങ്ങനെ ക്ലീൻ ചെയ്യേണ്ടി വന്നു. ആൻഡ് ഓൺലി കെയിം ടു ആൻ എൻഡ്. ഇത് നിന്നത് എപ്പോഴാണ്, വെൻ ഹിസ് ഫാദർ ഹു ഹാപ്പൻഡ് ടു ബി പാസിംഗ് ബൈ. അതിലൂടെ നടന്നു പോകുന്ന സമയത്ത് സോ ഹിസ് സൺ സ്വീപ്പിംഗ്. തൻ്റെ മകൻ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് കാണാനിട വന്നു. അതുവരെ എന്ത് ചെയ്യേണ്ടി വന്നു, ഓം പ്രകാശ് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു. He confronted the teachers and then walking away from the school holding Om Prakash hand. അദ്ദേഹം ടീച്ചർമാരോട് കച്ചറ ഉണ്ടാക്കിയിട്ട് ഓം പ്രകാശിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പുറത്തിറങ്ങിപ്പോയി. ഈ സെറ്റ് ലൗഡ്ലി ഫോർ ഓൾ ഓഫ് ദം ടു ഹിയർ. എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ട് ഓം പ്രകാശിൻ്റെ പിതാവ് ഉച്ചത്തിൽ പറഞ്ഞു, യു ആർ എ ടീച്ചർ. നിങ്ങളെല്ലാവരും അധ്യാപകരാണ്. സോ ഐ ആം ലീവിങ് നൗ. ഞാനിപ്പോൾ ഇവിടുന്ന് പോവുകയാണ്. ബട്ട് റിമെമ്പർ ദിസ് മച്ച് മാസ്റ്റർ. വലിയ ടീച്ചർമാരെ, അധ്യാപകരെ, നിങ്ങളിത് കേൾക്കുക. ഹി വിൽ സ്റ്റഡി റൈറ്റ് ഹിയർ. അവൻ ഇവിടെ തന്നെ പഠിക്കും. ഇൻ ദി സ്കൂൾ. ഈ സ്കൂളിൽ തന്നെ പഠിക്കും. ആൻഡ് നോട്ട് ജസ്റ്റ് ഹിം. അവൻ മാത്രമല്ല, ബട്ട് ദർ വിൽ ബി മോർ കമ്മിങ് ആഫ്റ്റർ ഹിം. ഇദ്ദേഹത്തിന് ശേഷം ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് പഠിക്കും. അഥവാ ദളിതരായ ഈ വിവേചനം നിങ്ങളുടെ അടുത്ത് ഇവിടെ നടക്കില്ല. അങ്ങനെ ഒരുപാട് ആളുകൾ ഇനിയും പഠിക്കാൻ വരും എന്നുള്ള ഒരു വിഷയം അദ്ദേഹം ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ അദ്ദേഹം ദളിതനായതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്ന പരാധീനതകൾ, കഷ്ടതകളൊക്കെയാണ് ആ പുസ്തകത്തിലൂടെ ഓം പ്രകാശ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അസമത്വം ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നുള്ളതിന് ഇതൊക്കെ എന്താണ്, അദ്ദേഹം 1950 ജനിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള സംഭവങ്ങളാണ്. അപ്പം ദി സെക്കൻഡ് സ്റ്റോറി ഈസ് ബേസ്ഡ് ഓൺ ആൻ ഇൻസിഡൻറ്റ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ വൺ ഓഫ് ഇന്ത്യാസ് ലാർജസ്റ്റ് സിറ്റീസ് ആൻഡ് ഇസ് കോമൺ പ്രാക്ടീസ് ഇൻ മോസ്റ്റ് പാർട്സ് ഓഫ് ദി കൺട്രി. ഇന്ത്യയിലെ ഒരു പ്രമുഖ പട്ടണത്തിൽ സംഭവിച്ച ഒരു സംഭവമാണ്, പല സ്ഥലങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. ഇറ്റ് ഈസ് എ സ്റ്റോറി അബൌട്ട് മിസ്റ്റർ ആൻഡ് മിസ്സിസ് അൻസാരി. മിസ്റ്റർ അൻസാരിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും തമ്മിലുള്ള ഒരു ചെറിയ കഥയാണ്. ഹു ആർ ലുക്കിംഗ് ടു റെൻറ്റ് ആൻ അപ്പാർട്ട്മെൻറ്റ് ഇൻ സിറ്റി. സിറ്റിയിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് അവർക്ക് വേണം. ദേ ഹാഡ് ദി മണി ആൻഡ് സോ പേയിങ് ദി റെൻറ്റ് വാസ് നോ പ്രോബ്ലം. കാശ് രണ്ടാളെടുത്തും, അതുകൊണ്ട് വാടക കൊടുക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നില്ല, പ്രശ്നമായിരുന്നില്ല. ദേ വെൻറ്റ് ടു എ പ്രോപ്പർട്ടി ഡീലർ. ഇങ്ങനെ ഇതെല്ലാം കച്ചവടം ചെയ്യുന്ന ആളെടുത്ത് പോയി. ഫോർ ഹെൽപ്പ് ടു ഫൈൻഡ് എ പ്ലേസ്. ഒരു സ്ഥലം കണ്ടെത്താൻ വേണ്ടിയിട്ട് പോയി. ദി ഡീലർ ഇൻഫോംഡ് ദം ദാറ്റ് ഹീ ന്യൂ അബൌട്ട് ക്വൈറ്റ് എ ഫ്യൂ അപ്പാർട്ട്മെൻറ്റ്സ് ദാറ്റ് വെർ അവൈലബിൾ ഫോർ റെൻറ്റ്. ചില ഇങ്ങനെ റെൻറ്റിന് കിട്ടാവുന്ന 1-2 സ്ഥലങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ദ വിസിറ്റഡ് ദി ഫസ്റ്റ് അപ്പാർട്ട്മെൻറ്റ്. ആദ്യത്തെ സ്ഥലം സന്ദർശിച്ചു. ആൻഡ് ദി അൻസാരീസ് ലൈക്ക്ഡ് ഇറ്റ് വെരി മച്ച് ആൻഡ് ഡിസൈഡഡ് ടു ടേക്ക്. അവർക്ക് ഇഷ്ടപ്പെട്ടു, അവരതെടുക്കാൻ തീരുമാനിച്ചു. അവർ എന്നിരുന്നാലും വെൻ ദി ലാൻഡ് ലേഡി അഥവാ ആ ഭൂവുടമ വന്നപ്പോൾ ഫൗണ്ട് ഔട്ട് ദെയർ നെയിംസ്. ഭൂവുടമ ഇവരുടെ പേര് മനസ്സിലാക്കിയപ്പോൾ, അഥവാ അൻസാരി എന്നുള്ളതാണ് ഇവരുടെ പേര് എന്ന് മനസ്സിലാക്കിയപ്പോൾ, found out their names, she made an excuse about how she could not rent this house to someone who ate meat because the building did not have any non-vegetarian residents. അഥവാ ഇവർക്ക് ഈ അൻസാരി എന്നുള്ളതാണ് പേര് എന്ന് മനസ്സിലാക്കി, മുസ്ലിംസ് ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ഇവർക്ക് ഇത് വാടകയ്ക്ക് കൊടുക്കാതെ രക്ഷപ്പെടാമോ, കൊടുക്കുന്നതിൽ നിന്നും രക്ഷപ്പെടാമോ എന്നുള്ളതാണ് പിന്നെ ഈ ലാൻഡ് ലേഡി ചിന്തിക്കുന്നത്. മുസ്ലിംസ് ആണല്ലോ, അപ്പോൾ മുസ്ലിംസിനോട് എതിർപ്പുള്ളത് കാരണത്താൽ
അവർ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് മുസ്ലിംസിൻ്റെ പ്രത്യേകം. അപ്പോൾ ഇവർ പറയണെന്ത്, ഇവരുടെ പ്രശ്നം എന്താണ്? അപ്പോൾ ഇവൾ എന്ത് ചെയ്യും, ഇറച്ചി ഇവിടെ ഫുള്ള് ഈ അപ്പാർട്ട്മെൻറ്റിൽ ഫുള്ളായിട്ടും വെജിറ്റേറിയനാണ്, അഥവാ പച്ചക്കറികൾ തിന്നുന്ന ആളുകളാണ്. നോൺ വെജിറ്റേറിയൻ ആരുമില്ല, ഇറച്ചി കൂട്ടുന്ന ആരുമില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ റൂം തരാൻ പറ്റില്ല എന്നുള്ള ഒരു എക്സ്ക്യൂസ് പറയണം. മുസ്ലിംസ് ആയതുകൊണ്ട് മാത്രമാണ് അവരങ്ങനെ പറയുന്നത്. ബോത്ത് ദി അൻസാരീസ് ആൻഡ് പ്രോപ്പർട്ടി ഡീലർ വെർ സർപ്രൈസ്ഡ്. ഈ പ്രോപ്പർട്ടി ദല്ലാളും ഈ അൻസാരിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അത്ഭുതപ്പെട്ടു. വെർ സർപ്രൈസ്ഡ് ടു ഹിയർ ദിസ് ബിക്കോസ് ദേ കുഡ് സ്മെൽ ഫിഷ് ബീങ് കുക്ക്ഡ് ഇൻ ദി നെയ്ബേഴ്സ് ഹൗസ്. തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന്, അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, മീനിൻ്റെ മണം ഉണ്ട്. അപ്പോൾ അവിടെ എന്തുണ്ട്, മീറ്റ് ഉണ്ട്, സംഭവം ഇറച്ചി ഉണ്ട്. പക്ഷേ ഈ ഇറച്ചി എന്നുള്ള കാരണം എന്തിനാണ് പറഞ്ഞത് എന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ, മുസ്ലിംസ് അറിയുന്നുള്ളതുകൊണ്ട് മാത്രമാണ്. കുക്ക്ഡ് ഇൻ നൈബേഴ്സ്. ദി സെയിം എക്സ്ക്യൂസ് വാസ് റിപ്പീറ്റഡ് ഇൻ ദി സെക്കൻഡ് ആൻഡ് ദി തേർഡ് അപ്പാർട്ട്മെൻറ്റ്. രണ്ടാമത്തെ മൂന്നാമത്തെ ഒക്കെ അപ്പാർട്ട്മെൻറ്റിൽ ഇതേ അവസ്ഥ ഉണ്ടായി. ഫൈനലി ദി പ്രോപ്പർട്ടി ഡീലർ ടോൾഡ് ദം ദാറ്റ് ദേ മൈറ്റ് വാണ്ട് ടു ചേഞ്ച് ദെയർ നെയിംസ് ആൻഡ് കോൾ ദംസെൽസ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് കുമാർ. നിങ്ങളെ പേര് മാറ്റി, അൻസാരി എന്നുള്ള പേര് മാറ്റിയിട്ട് കുമാർ എന്നുള്ളതാക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ ഇനി റൂം കിട്ടുള്ളൂ എന്നുള്ള ഈ ദല്ലാൾ പറഞ്ഞു കൊടുക്കുകയാണ്. ദി അൻസാരീസ് വെർ റിലക്റ്റൻറ്റ് ടു ഡു ദിസ്. അവർ ഇതിനെതിർത്ത്, റിലക്റ്റൻറ്റ് പറഞ്ഞാൽ എതിർപ്പുള്ളവർ സമ്മതിക്കില്ല എന്നർത്ഥം. അത് ആ പേര് മാറ്റാൻ അവർ ഒരുക്കമായിരുന്നില്ല എന്നർത്ഥം. ടു ഡു ദിസ് ആൻഡ് ഡിസൈഡഡ് ടു ലുക്ക് സം മോർ, കുറച്ചും കൂടി നോക്കാം എന്നുള്ള രീതിയിലേക്കും. ഇൻ ദി എൻഡ് അവസാനം ഇറ്റ് ടുക്ക് എ ഹോൾ മന്ത്, ഒരു മാസം മുഴുവൻ എടുത്തു, ഓഫ് ലുക്കിംഗ് അറ്റ് അപ്പാർട്ട്മെൻറ്റ്സ് ബിഫോർ ദേ ഫൗണ്ട് എ ലാൻഡ് ലേഡി ഹു വാസ് വില്ലിംഗ് ടു ഗീവ് ദം എ പ്ലേസ് ഓൺ റെൻറ്റ്. ഒരു സ്ഥലം വാടകയ്ക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലാൻഡ് ലേഡി, ഒരു ഭൂസ്വത്തുള്ള ഒരു പെണ്ണിനെ കിട്ടാൻ അവർക്ക് ഒരു മാസത്തോളം ഇങ്ങനെ തിരയേണ്ട അവസ്ഥ വന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, മുസ്ലിം ആയതിൻ്റെ പേരിൽ വിവേചനം നേരിടേണ്ടി വന്ന രണ്ടാളുകൾ, ദളിതനായതിൻ്റെ പേരിൽ വിവേചനം നേരിടേണ്ടി വന്ന ഒരാൾ, അതേപോലെ ജാതീയത. ഈ മൂന്ന് വിഷയങ്ങളാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ ഇന്നും ജാതീയതയും വർണ്ണവിവേചനവും മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനമൊക്കെ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇന്നും പല സ്ഥലങ്ങളിലും ഇതേ ഒരു അവസ്ഥ, മുസ്ലിം ആയതിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെടുന്ന അവസ്ഥകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമുക്കിതുമായി ബന്ധപ്പെട്ട് അടുത്ത ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. അപ്പോൾ പാഠഭാഗം പൂർണ്ണമായിട്ടും വായിക്കാം. ഇതിലുള്ള നോട്ട്സ്, ഇതിൽ പറയുന്ന തീം, ഈ പാഠഭാഗത്തിൽ നിങ്ങൾ മനസ്സിലായിട്ടുള്ള പോയിൻറ്റ്സ് നോട്ട് ബുക്കിൽ എഴുതി വെക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത പീരീഡ് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.